ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു കളിക്കാരനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്രയും വെറുപ്പ്. സ്വന്തം ആരാധകർ ജീവതുല്യം സ്നേഹിച്ച ഒരു താരം പിന്നീട് ആ സ്റ്റേഡിയത്തിൽ കാലുകുത്തിയപ്പോൾ അവർ അയാൾക്ക് നേരെ എറിഞ്ഞത് ഒരു പന്നിയുടെ തലയായിരുന്നു. പറഞ്ഞു വരുന്നത് മറ്റാരെ പറ്റിയുമല്ല, പോർച്ചുഗീസ് ഇതിഹാസം ലൂയിസ് ഫിഗോയെ കുറിച്ചാണ്. ബാഴ്സലോണയുടെ രാജാവായിരുന്ന ഫിഗോ എങ്ങനെയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത്? എൽ ക്ലാസിക്കോ ചരിത്രത്തെ ചോരപ്പച്ചയാക്കിയ ആ വഞ്ചന എന്താണ്? നമുക്ക് നോക്കാം. 1995 ലൂയിസ് ഫിഗോ ബാഴ്സലോണയിൽ എത്തുന്നത്. പെട്ടെന്ന് തന്നെ തന്റെ ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും ലീഡർഷിപ്പ് കൊണ്ടും കാറ്റലോണിയൻ ജനതയുടെ നെഞ്ചിലെ പ്രിയപ്പെട്ട താരമായി ഫിഗോ മാറി. ബാഴ്സയ്ക്ക് വേണ്ടി 2 ലാലിഗ കിരീടങ്ങളടക്കം നിരവധി ട്രോഫികളാണ് ഫിഗോ നേടിക്കൊടുത്തത്. പെപ് ഗാർഡിയോളയ്ക്ക് ശേഷം ബാഴ്സയുടെ ക്യാപ്റ്റൻ ആംബൻഡ് വരെ ധരിച്ചത് ഫിഗോ ആയിരുന്നു. ആരാധകർ അയാളെ ഒരു ദൈവത്തെ പോലെയാണ് കണ്ടിരുന്നത്. പക്ഷെ ആ സ്നേഹമാണ് പിന്നീട് കടുത്ത വെറുപ്പായി മാറാൻ പോകുന്നതെന്ന് ആരും കരുതിയിരുന്നില്ല. കഥ മാറുന്നത് 2000-ലാണ്. റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ബിസിനസ്സുകാരനായ ഫ്ലോറന്റീനോ പെരസ് ഒരു വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തെത്തി. ഞാൻ പ്രസിഡന്റായാൽ ബാഴ്സലോണയുടെ ക്യാപ്റ്റൻ ലൂയിസ് ഫിഗോയെ ഞാൻ റയലിൽ എത്തിക്കും. ബാഴ്സ ആരാധകർ ഇത് കേട്ട് ചിരിച്ചു. കാരണം ഫിഗോയുടെ റിലീസ് ക്ലോസ് അന്ന് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഏകദേശം 62 മില്യൺ യൂറോ. പക്ഷേ തിരശ്ശീലയ്ക്ക് പിന്നിൽ പെരസ് ഒരു വൻ കളി കളിച്ചിരുന്നു. ഫിഗോയുടെ ഏജന്റുമായി പെരസ് ഒരു പ്രീ കോൺട്രാക്റ്റിൽ ഒപ്പിട്ടു. പെരസ് പ്രസിഡന്റായാൽ ഫിഗോ റയലിലേക്ക് വരണം. വന്നില്ലെങ്കിൽ ഫിഗോ പെരസിന് 30 മില്യൺ യൂറോ പിഴ നൽകണം. സത്യത്തിൽ ബാഴ്സലോണയിൽ നിന്ന് ശമ്പളം കൂട്ടിക്കിട്ടാൻ വേണ്ടി ബാഴ്സ മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഫിഗോയും ഏജന്റും ഈ കളിക്ക് നിന്നത്. പെരസ് ഒരിക്കലും ജയിക്കില്ലെന്നാണ് ഫിഗോ കരുതിയിരുന്നത്. ഫിഗോ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല, അടുത്ത സീസണിലും ക്യാമ്പ് നൗവിൽ കാണും. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഫിഗോയെ കൊണ്ടുവരാമെന്നുള്ള വാഗ്ദാനത്തിൽ റയൽ മാഡ്രിഡ് ആരാധകർ പെരസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഇതോടെ ഫിഗോ പെട്ടുപോയി. റയലിലേക്ക് പോയില്ലെങ്കിൽ 30 മില്യൺ യൂറോ ഫിഗോ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. അത്രയും പണം ഫിഗോയുടെ പക്കൽ ഇല്ലായിരുന്നു. ബാഴ്സലോണയോട് ഈ തുക തന്ന് തന്നെ രക്ഷിക്കണമെന്ന് ഫിഗോ ആവശ്യപ്പെട്ടെങ്കിലും ബാഴ്സ പ്രസിഡന്റ് ഗസ്പർട്ട് അത് നിരസിച്ചു. ഒടുവിൽ റയൽ മാഡ്രിഡ് ഫിഗോയുടെ റിലീസ് ക്ലോസ് തുക ബാഴ്സയ്ക്ക് നൽകി. അങ്ങനെ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാഴ്സലോണയുടെ സ്വന്തം ക്യാപ്റ്റൻ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായ റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായമണിഞ്ഞു. കാറ്റലോണിയൻ ജനതയ്ക്ക് അത് വെറുമൊരു ട്രാൻസ്ഫർ ആയിരുന്നില്ല, തങ്ങളുടെ നെഞ്ചിൽ കുത്തിയ ഏറ്റവും വലിയ വഞ്ചനയായിരുന്നു. പിന്നീട് റയൽ ജേഴ്സിയിൽ ഫിഗോ ക്യാമ്പ് നൗവിൽ കളിക്കാൻ വന്നപ്പോൾ സ്റ്റേഡിയം ഒരു നരകമായി മാറി. 1 ലക്ഷത്തോളം ആളുകളാണ് ഒരേ സ്വരത്തിൽ ഫിഗോയെ കൂവി വിളിച്ചത്. അന്ന് ഫിഗോ കോർണർ എടുക്കാൻ പോയപ്പോൾ കളി 15 മിനിറ്റോളം നിർത്തിവെക്കേണ്ടി വന്നു. കൊപ്പികളും ഗോൾഫ് ബോളുകളും ലൈറ്റുകളും ഒടുവിൽ ആ പ്രശസ്തമായ പന്നിത്തലയും ഫിഗോയ്ക്ക് നേരെ ഗാലറിയിൽ നിന്ന് വന്നു വീണു. ക്ലബ് പ്രണയത്തേക്കാൾ വലുത് പണമാണെന്ന് തെളിയിച്ച ട്രാൻസ്ഫർ ആയിരുന്നു ലൂയിസ് ഫിഗോയുടേത്. എന്നും ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി ഫിഗോയുടെ ഈ മാറ്റം അവശേഷിക്കുന്നു. ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫിഗോ ചെയ്തത് വഞ്ചനയാണോ അതോ മാനേജ്മെന്റിന്റെ പാളിച്ചയാണോ? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.